ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും ഇഷ്ടമാത്ര സീരിയലിലെ നാളെ നടക്കാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ മനസ്സിനെ കാണാൻ വേണ്ടി ഡോക്ടർ ദേവിക വന്നിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നത്? നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറയാണ് മനസ്സിന്. ഇല്ല, എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ദേവിക അകത്തേക്ക് കയറാണ്. ആഹാ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോ നിങ്ങൾ എന്നെ ഇറക്കി വിട്ടില്ലേ, അതുകൊണ്ട് നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നപ്പോ ഞാനും ഇറക്കി വിടാ, ഇറങ്ങിപ്പോ ഇവിടുന്ന്. ഞാൻ ഇറങ്ങിപ്പോയെന്ന് മനസ്സിനടുത്തല്ലേ പറഞ്ഞത്. എനിക്ക് നിങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയാണ്. ഡോക്ടർ ദേവികക്ക് എന്നോട് എന്ത് സംസാരിക്കാനാ എന്ന് മനസ്സിന് ചോദിക്കുമ്പോഴേക്കും അത് കേട്ടുകൊണ്ട് നമ്മുടെ മാധവ് അവിടേക്ക് വരുവാട്ടോ. മാധവ് മനസ്സിലായി അവിടെ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടെന്ന്. മാധവ് അത് ഒളിഞ്ഞു കേൾക്കുകയാണ്. മനസ്സിന്റെ അടുത്ത് പറയേണ്ട ദേവിക, നിങ്ങൾ എന്തൊരു ക്രൂരതയാണ് മനസ്സിനെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ക്രൂരതയോ? ഞാനെന്ത് ക്രൂരതയാ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്? ഒരു പാവം പെൺകുട്ടീനെ ജീവിതം നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ തൊലച്ചു കളഞ്ഞില്ലേ? എന്ത് ജീവിതം തൊലച്ചെന്നാ പറഞ്ഞത്? ദേ, നിങ്ങൾ വെറുതെ ഇവിടുന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കി ആൾക്കാരെ അറിയിക്കരുത്. നിങ്ങളോടൊന്ന് പോവാൻ നോക്ക്. ഇല്ല മനസ്സിനി, എനിക്കിനി പോവാൻ പറ്റില്ല. കുറ്റബോധം കൊണ്ട് എന്റെ ഉള്ളു നീറിക്കൊണ്ടിരിക്കുക. ഓരോരോ നിമിഷം ഞാൻ മരിച്ചുകൊണ്ടിരിക്കുക. അത് അറിയാവോ മനസ്സിനിക്ക്? അതിന് ഞാൻ എന്ത് വേണം? എല്ലാത്തിനും കാരണം മനസ്സിനെയാ. എന്റെ സമാധാനം നഷ്ടപ്പെട്ടതിന് കാരണം മനസ്സിനെയാ. അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു. ഇനി എനിക്ക് ഇതിന് പ്രായശ്ചിത്തം ചെയ്തേ പറ്റൂ. അല്ല, എന്താ ദേവിക ഉദ്ദേശിക്കുന്നത്? ഇതിൽ പൈസയാണോ? പൈസ വേണമെങ്കിൽ ഞാൻ തന്നോളാം. എനിക്ക് പൈസ ഒന്നും വേണ്ട. നിങ്ങൾ തന്ന പൈസ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് തരാം എന്ന് ഡോക്ടർ ദേവിക പറയണ. മാധവ് ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇവരെന്താ ഇങ്ങനെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്? ആരുടെ ജീവിതം തുവച്ച കാര്യം ഇവര് പറയണത്? എന്ത് കാര്യം ഇവര് പറയണത്? ഇതൊക്കെ അറിയാൻ വേണ്ടി വീണ്ടും വീണ്ടും മാധവ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക കേട്ടോ. അപ്പോ ഡോക്ടർ ദേവിക പറയണ്ട, പാവം നിങ്ങളുടെ മകനല്ലേ ആ ഡോക്ടർ ഇഷിതനെ ആദ്യം വിവാഹം കഴിച്ചത്, പ്രണയിച്ചല്ലേ അവര് വിവാഹം കഴിച്ചത്. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്ന ഒരു കുഴപ്പമില്ലാത്ത ആ ഇഷിതയുടെ സ്കാൻ ചെയ്തിട്ട് എനിക്ക് പറയേണ്ടി വന്നു, എന്റെ ഈ നാവ് കൊണ്ട് പറയേണ്ടി വന്നു, അവർക്ക് ഒരിക്കലും അമ്മയാവാൻ സാധിക്കില്ലെന്ന്. ഒരു കുഴപ്പമില്ലാത്ത ഒരു സ്ത്രീയാ ഡോക്ടർ ഇഷിത. അത് മാത്രല്ല, എത്ര കുഞ്ഞുങ്ങളെ വേണമെങ്കിലും ചുമക്കാവുന്ന ആരോഗ്യവും ഇത് നല്ല നല്ല ആരോഗ്യവും അത് നല്ല ശരീരവും അവർക്കുണ്ട്. എന്നിട്ടും അവിടുത്തെ ഞാൻ കള്ളം പറഞ്ഞു. എന്നോടുള്ള വിശ്വാസം കൊണ്ടായിരിക്കണം പിന്നെ ഇഷിത തളർന്നു പോയി അവര്. പിന്നെ അതിനുവേണ്ടി അവര് ശ്രമിച്ചു പോലില്ല. കല്യാണം പോലും കഴിക്കാതെ അവര് നിൽക്കുമായിരുന്നു. അപ്പോഴും നിങ്ങളുടെ മോനെ വേണ്ടി നിങ്ങൾ സ്വാർത്ഥ സ്വഭാവക്കാരിയായി. നിങ്ങളുടെ മോനെ വേറൊരു പെണ്ണെ കൊണ്ട് നിങ്ങൾ വിവാഹം കഴിച്ചു. എന്നിട്ടും തീർന്നോ? ഇല്ലല്ലോ, നിങ്ങൾക്കും അനുഭവിക്കേണ്ടി വന്നില്ലേ പലതും എന്ന് പറയാണ്. ഇത് കേട്ട് മാധവിനാകെ ഷോക്ക് ആവാട്ടോ. മനസ്സിന് പഠിപ്പ് ഞാൻ എന്ത് വേണോന്നാ ദേവിക ഡോക്ടർ പറയണത്. ഒന്നും വേണ്ട. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനമുണ്ട്. നിങ്ങളുടെ മോന് അന്ന് നട്ടലില്ലായിരുന്നല്ലോ, അതുകൊണ്ട് അവൻ അവളെ ഉപേക്ഷിച്ചു. സ്നേഹിച്ച പെണ്ണിനല്ല, ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചായിരുന്നു അവന്റെ ആദി. അതുകൊണ്ട് അവൻ അവളെ ഉപേക്ഷിച്ചു. പക്ഷെ അവളെ പൊന്നു പോലെ നോക്കുന്ന ഒരു ആളെയാണ് അവൾ പിന്നീട് വിവാഹം കഴിച്ചത്. ഇപ്പൊ എനിക്ക് സന്തോഷമുണ്ട്, കാരണം ഡോക്ടർ ഇഷിതയും മഹേഷും സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. പക്ഷെ അവർക്കൊരു കുഴപ്പമില്ലെന്ന് പറയാൻ എന്റെ മനസ്സ് വിമ്പിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയാവോ? ഡോക്ടർ ഇഷിതക്ക് കുഞ്ഞാവില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടായിരിക്കണം മഹേഷായിട്ട് അവർക്ക് ആ യാതൊരുവിധ ബന്ധവും ഇല്ല. അതുകൊണ്ടിട്ടല്ലേ അവൾ ഇതുവരെ പ്രഗ്നന്റ് ആവാത്തത്. അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിപ്പോ 6 മാസം അവനെ അവള് പ്രഗ്നന്റ് ആവേണ്ട സമയം കഴിഞ്ഞു. ഒരു കുഴപ്പമില്ലാത്ത ഇഷിത പ്രഗ്നന്റ് ആവേണ്ടതാണ്. ഇതിന്നൊരു കാര്യം മനസ്സിലായി, മഹേഷും ഇഷിതയും തമ്മിൽ യാതൊരു ബന്ധം, ഇതുവരെ ഭാര്യ ഭർത്താവ് ബന്ധം ഇല്ലെന്ന്. അതിന്റെ കാരണക്കാര്യം ഒരു കണക്കിന് ഞാനും മനസ്സുനിയമയും തന്നെയാ. അതിന് ഞങ്ങൾ എന്ത് ചെയ്തെന്നാ പറയണത്? ദേ ഡോക്ടർ ദേവിക, നിങ്ങൾക്ക് ഞാൻ പലവട്ടം പറഞ്ഞു, നിങ്ങൾ വെറുതെ എന്റെ കുടുംബത്തിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. അല്ലെങ്കിൽ തന്നെ 100 കൂട്ടം പ്രശ്നമുണ്ട് എനിക്ക്. നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കാരണം നിങ്ങൾ തന്നെയാ. മനസ്സിൽ നിങ്ങളാണ് എല്ലാത്തിനും കാരണം. നിങ്ങൾ കാരണം നിങ്ങളുടെ കുടുംബം നശിന്നത് എന്ന് പറയാണ്. അപ്പൊ നിങ്ങളോട് പോകുന്നുണ്ടോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ? വിളിക്കണമെങ്കിൽ വിളിക്കോ, എനിക്കിനൊന്നും നോക്കാനില്ല. കാരണം ഡോക്ടർ ഇഷിത ഇപ്പൊ ഞാൻ ദൈവത്തെ പോലെ കാണുന്നത്. എന്റെ കൊച്ചുമകളുടെ ജീവൻ അവര് രക്ഷിച്ചു. അതിനുള്ള പ്രായശ്ചിത്തമായിട്ട് എനിക്ക് എല്ലാ സത്യവും ഞാൻ തുറന്നു പറയും, നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ദേവിക അവിടെ നിന്ന് ഇറങ്ങിപ്പോട്ടെ. മാധവ് അവിടെ തകർന്ന് പൊട്ടിക്കരയാണ്. അവിടെ നിന്ന് അപ്പൊ തന്നെ വണ്ടി എടുത്ത് മാധവ് നേരെ ഷാപ്പിൽ, അതായത് ബാറിലേക്ക് പോവാണ്. ബാറിലേക്ക് പോയിട്ട് മാധവ് ശരിക്കും മദ്യപിക്കാട്ടെ, നല്ല രീതിയിൽ തന്നെ മദ്യപിക്കുന്നുണ്ട്. തിരിച്ചു വരാൻ പോലും മാധവിന് കഴിയുന്നില്ല. ആ രീതിയിലാണ് മദ്യപിക്കുന്നത്. ശേഷം വേറൊരാളാണ് കാർ ഓടിച്ച് മാധവിനെ വീട്ടിലേക്ക് എത്തിക്കണം. വീട്ടിലെത്തിയ മാധവ് ആകെ മനസ്സിലുള്ള ഈ കാര്യങ്ങളൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. മദ്യപിച്ചുകൊണ്ട് മാധവിന് ഈ കാര്യങ്ങളൊക്കെ തുറന്നു വിളിച്ചു പറയാണ്. മാധവ് നേരെ പോണത് ലയയുടെ റൂമിലേക്കാണ്. ലയ ചോദിക്കുന്നുണ്ട്, മാധവ് നീ എന്താ കുടിച്ചോ? എന്തിനാ മാധവ് ഇങ്ങനെ കുടിച്ചത് എന്നൊക്കെ പണ്ടിരുന്ന് ചോദിക്കുന്നുണ്ട്. മാധവ് പറഞ്ഞിട്ട്, തെറ്റു പറ്റിപ്പോയി, എന്റെ ജീവിതം ഞാൻ നശിപ്പിച്ചു. ഒരു പാവം പെൺകുട്ടിയുടെ ശാപം കിട്ടി എനിക്ക്, അതുകൊണ്ട് എന്റെ ജീവിതം ഞാൻ നശിപ്പിച്ചു. പാവം, ഞാൻ എന്നെ മാത്രം സ്നേഹിച്ച അവളെ ഞാൻ ചതിച്ചു, വഞ്ചിച്ചു. ഒരു പാവം പെണ്ണിനെ എല്ലാരും കൂടി ചേർന്ന് വഞ്ചിച്ചു. എന്റെ അമ്മ ആ പാവം പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചു എന്നൊക്കെ പറയാൻ വിളിച്ചു പോവാട്ടോ. അപ്പൊ ലയ പറയണ്ട, നിങ്ങൾ കുടിച്ചിട്ട് അവരെന്നൊക്കെ വിളിച്ചു പറയാ, പോയി കിടക്ക അവിടെ എന്നൊക്കെ ലയ പറയാണ്. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മുടെ ആഷിതയും കേൾക്കുന്നുണ്ട് കേട്ടോ.
അഷിതക്കും മനസ്സിലാവുന്നില്ല ഈ മാധവ് എന്താ പറയണെന്ന്. ഈ ഇഷിത ചതിക്കപ്പെട്ടു, ഇഷിതനെ പറ്റിച്ചു, ഇഷിതനെ ജീവിതം നശിപ്പിച്ചു തന്റെ അമ്മ എന്നൊക്കെ മാത്രമേ വിളിച്ചു പറയുന്നുള്ളൂ. അപ്പൊ അഷിത വിചാരിക്കുകയാണ് ഇതെന്താ മാധവ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്, മാധവ് ഇങ്ങനെ കുടിക്കാറില്ലല്ലോ, അവൻ എന്തോ മനസ്സിന് നല്ല വിഷമം കേറിയിട്ടുണ്ട്, എന്താണ് അവ കാര്യം എന്നൊക്കെ അഷിതയും ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ശേഷം അഷിത അപ്പൊ തന്നെ ഇഷിതനെ ഫോൺ ചെയ്യുന്നുണ്ട്. ഇഷിത ഇവിടെ ആകെ പ്രശ്നമാണെന്ന് പറയാണ്. എന്താ ചേച്ചി, എന്ത് പറ്റി? മഹേഷ് ഏട്ടൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയോ? എന്റെ കാര്യമല്ല, ഞാൻ മാധവിന്റെ കാര്യമോ പറഞ്ഞത്. മാധവിന്റെയോ? മാധവിന്റെ എന്ത് കാര്യമോ ചേച്ചി? മാധവ് ആകെ കുടിച്ചു എന്നിട്ട് എന്തൊക്കെയോ പൊലമ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്താ മാധവ് പറയുന്നത്? നിന്റെ ജീവിതം ആരൊക്കെയോ നശിപ്പിച്ചെന്നോ, ഇവിടുത്തെ മനസ്സുനി അമ്മ നിന്റെ ജീവിതം നശിപ്പിച്ചെന്നോ, അവരെന്തോ കള്ളം മറയ്ക്കുന്നുണ്ടെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഈ മനസ്സുനിയമ്മനെ കാണാൻ വേണ്ടിയാ കുറച്ചു മുമ്പ് ആ ഡോക്ടർ ദേവിക വന്നിരുന്നു. എന്തൊക്കെ ചേച്ചി പറയണത്? അതെ, അവര് തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു, എനിക്കൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണോ മാധവ് കുടിച്ചു എന്നത് പോലും എനിക്ക് സംശയമുണ്ട്. മോളെ, നിന്റെ ജീവിതത്തിൽ നീ അറിയാത്ത എന്തൊക്കെയോ സംഭവം നടന്നിട്ടുണ്ട് എന്ന് അഷിത പറയാണ്. അതും കൂടി കേൾക്കുമ്പോൾ ഇഷിതക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഡോക്ടർ ദേവിക തന്നോട് എന്തോ വലിയ ചതി ചെയ്തിട്ടുണ്ടെന്ന്. ശേഷം ഇഷിത വീട്ടിലേക്ക് പോവാട്ടോ. അതേസമയം വീട്ടിലെത്തുന്ന മുമ്പ് നമ്മുടെ മഹേഷിനെ കാണാൻ വേണ്ടി പ്രിയാമണി വീണ്ടും മഹേഷിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. മഹേഷിനോട് പറയുന്നുണ്ട്, എന്റെ മോളുടെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ച് കളയാൻ എനിക്ക് പറ്റില്ല മഹേഷ്. എന്റെ മോളെ എനിക്ക് തിരിച്ചു താ. എന്റെ മോൾക്ക് നിങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തിനാ അവളിവിടെ ജീവിക്കണത്? അവളുടെ ജീവിതം ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. എന്റെ മൂത്ത മോളുടെ ജീവിതേ അങ്ങനെ, ഇളയ മോളെങ്കിലും നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ അതും നടക്കുന്നില്ല. എന്റെ മോളെ എനിക്ക് തിരിച്ചു താ മഹേഷ് എന്നൊക്കെ പ്രിയാമണി പറയണം. മഹേഷ് പറയണ്ട, അമ്മയുടെ മോളെ ഞാൻ ഇവിടെ കെട്ടിയിട്ടിട്ടില്ല. അമ്മയുടെ മോളെടുത്ത് ഞാൻ എല്ലാം പറഞ്ഞതാണ്. ഇഷിതക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോ, വേറൊരു ജീവിതത്തിലേക്ക് വേണമെങ്കിൽ അയാൾ കടന്നോ എന്ന് വേണമെങ്കിൽ ഞാൻ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷേ അയാളാണ് എന്നെ വിട്ടു പോവാത്തത്. കാരണം അയാളെ അത്രമാത്രം എന്നെയും ഈ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട്. അത് ശരിയാ, എന്റെ മോൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമായി പോയി. എല്ലാവരെയും കണ്ണടച്ചങ്ങോട്ട് സ്നേഹിക്കും, വിശ്വസിക്കും. അവളുടെ ജീവിതവും അവളുടെ കാര്യങ്ങളൊന്നും നോക്കില്ല, മറ്റുള്ളവരുടെ കാര്യത്തിന് അവളെ ഇമ്പോർട്ടൻസ് കൊടുക്കണത്. മഹേഷ് തന്നെ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്റെ മോളെ എനിക്ക് തിരിച്ചു തരണം മഹേഷ്. അവളിനി വേറെ വിവാഹം കഴിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ നിന്ന് അനുകരിക്കണ കാണാൻ എനിക്ക് വയ്യ, അതും എന്റെ കൺമുമ്പില്. അതുകൊണ്ട് മഹേഷ് പ്ലീസ് എന്റെ മോളെ എനിക്ക് തിരിച്ചു തരണം. മഹേഷിന് കുഴപ്പമില്ല, മഹേഷിന് 2 കുട്ടികളുണ്ട്, കുഴപ്പമില്ല. പക്ഷെ എന്റെ മോൾക്ക് എന്തുണ്ട്? ഒന്നുമില്ല. നിങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ ഒന്നും പറയില്ലായിരുന്നു. ഇപ്പൊ എന്തായാലും നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അവൾ ആദ്യം മഹേഷിന്റെ മോളുടെ ആയിട്ടാണ് ഇവിടേക്ക് വന്നത്. ഇപ്പതേ മഹേഷിന്റെ ഒരു നോക്കുന്ന നേഴ്സായിട്ട് അവൾ സ്വന്തം ജോലി പോലും നോക്കാതെ ഇവിടെ നിൽക്കുന്നു. മഹേഷിന്റെ കാര്യങ്ങൾ പറഞ്ഞ് അവളെ മനസ്സിലാക്കി എന്റെ അടുത്തേക്ക് വിടണം എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി അവിടെ നിന്ന് പോവാട്ടോ. മഹേഷിന് വല്ലാത്ത വിഷമം കേട്ടോ ഇതൊക്കെ. പ്രിയാമണി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മഹേഷിന് വല്ലാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. മഹേഷും വല്ലാത്ത വിഷമത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ സമയത്താണ് ഇഷിത വീട്ടിലേക്ക് വന്നിട്ട് മഹേഷിനോട് ഇപ്പൊ നടന്ന കാര്യങ്ങളൊക്കെ പറയണത്. അങ്ങനെ ഇഷിതയും മഹേഷും പരസ്പരം വിഷമങ്ങളൊക്കെ തുറന്നു പറയുകയും അവർ തമ്മിൽ ഒന്നിക്കുന്ന ഭാഗമാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റോട് കൂടി കാണിക്കാൻ പോണത്. നമ്മൾ വീക്കെൻഡ് പ്രൊമോയിൽ കാണിച്ച മഹേഷ് ഇഷിത ബന്ധം കാണാൻ പോണത് നമ്മൾ മറ്റന്നാളത്തെ എപ്പിസോഡിലായിരിക്കും കേട്ടോ. അതായത് അത് മിക്കവാറും ഈ ആഴ്ച ഉണ്ടാവില്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം നാളെ വീക്കെൻഡ് പ്രൊമോ വരുന്ന ദിവസമാണല്ലോ. അതുകൊണ്ട് നാളെ എന്തായാലും ആ ഭാഗങ്ങൾ കാണിക്കില്ല, തിങ്കളാഴ്ച എന്തായാലും ആ ഭാഗം ഉണ്ടാവും കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.